നമസ്കാരം. ആർത്തവ ക്രമക്കേടുകളിൽപ്പെട്ട ഒരു പ്രധാന പ്രശ്നമാണ് ലൈറ്റ് ബ്ലീഡിംഗ്. അതായത് കുറഞ്ഞ രക്തസ്രാവം മെൻസസ് ആവുമ്പം, അതായത് ഹൈപ്പോമെനോറിയ എന്നൊക്കെ പറയും. ഈ സമയത്ത് ബ്ലീഡിംഗ് കുറയുന്നത് പലർക്കും ആശ്വാസമായിരിക്കും. പക്ഷേ ഇത് ആരോഗ്യകരമായ ഒരു കാര്യമല്ല. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരഭാരമാണ്. അത് പെട്ടെന്ന് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്താൽ ഇങ്ങനെ വരാം. ഈ കൊഴുപ്പ് വല്ലാതെ കൂടുന്നത് ഈ ഹോർമോൺ തകരാറുകൾക്ക് കാരണമാകും. ആരോഗ്യകരമായ ആർത്തവത്തിന് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വൈറ്റമിൻസ് ഒക്കെ അത്യാവശ്യമാണ്. അതുപോലെ രക്തക്കുറവുള്ളവരിൽ, അനീമിയ ഉള്ളവരിലും ഇങ്ങനെ ചെറിയ സ്പോട്ടിംഗ് പോലൊക്കെ പീരീഡ്സ് ടൈമിൽ കാണാറുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ടൈമിലാണ്. ചിലരിൽ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് ബ്ലീഡിംഗ് ഒക്കെ കാണാറുണ്ട്. ട്യൂബൽ പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ കൂടുതലും കാണപ്പെടുന്നത്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ സെർവിക്കൽ സ്റ്റെനോസിസ്, അതായത് സെർവിക്സ് അടഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. അത് ഈസ്ട്രജൻ്റെ കുറവ് മൂലമോ അല്ലെ സർജറി മൂലമോ അല്ലെ യൂട്രസിലെ സ്കാർ ടിഷ്യൂ മൂലമോ ഒക്കെ ഇങ്ങനെ സംഭവിക്കാം. DNC നടത്തിയതിന് ശേഷവും ഇങ്ങനെ കാണാറുണ്ട്. അതുപോലെ തൈറോയിഡ് ഇറഗുലാരിറ്റീസ് ഉള്ളവരിൽ, PCOS, സ്ട്രെസ് ഒക്കെ ഉള്ളവർക്കും ഇങ്ങനെ വരാൻ കാരണമാണ്. അത് നമുക്ക് ഈ മെനോപോസ് ആകുമ്പോൾ, അതായത് ആർത്തവ വിരാമ സമയത്തും ഇതുപോലെ ബ്ലീഡിങ് ചെറിയ രീതിയിലൊക്കെ കാണത്തുള്ളൂ. ഇത് യൂഷ്വലി നോർമലാണ്. ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സ തേടേണ്ടതാണ്. ഇനി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചെറിയ ബ്ലീഡിങ്, അതായത് പീരീഡ്സിൽ ചെറുതായിട്ടൊരു ബ്ലീഡിങ് 1-2 ദിവസം മാത്രം കാണപ്പെടുന്നവരിൽ കുറച്ച് മരുന്നൊക്കെ കൊടുത്ത് അത് ശരിയാവും. അതായത് ഈ അശോകപ്പൂവ്, ശർക്കര, ചുക്ക്, ജീരകം, അരിപ്പൊടി ഇവയൊക്കെ ചേർത്ത് കാച്ചി കുറുക്കി ഒരു 2-3 നേരമൊക്കെ കൊടുക്കുമ്പോൾ അത് ശരിയാവാറുണ്ട്. കൂടാതെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് സിട്രസ് ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ചൊക്കെ കൂടുതൽ കഴിക്കാൻ നോക്കണം. തക്കാളി, പൈനാപ്പിൾ, പപ്പായ, മാങ്ങ പോലുള്ള പഴങ്ങളും ഡേറ്റ്സ്, ഡ്രൈ ഗ്രേപ്സ് ഒക്കെ ഈ സമയത്ത് കഴിക്കുന്നത് ബ്ലീഡിങ് വരാൻ നല്ലതാണ്.